എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ PPTTCയിലെ സൈക്കോളജിയിലെ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യ കാലഘട്ടത്തിൽ അധ്യാപകനായിരുന്നു പ്രാധാന്യം. അതായത് അധ്യാപകൻ, ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷന്റെ സെന്റർ, അതായത് അതിന്റെ ഏറ്റവും വലിയ മധ്യവർത്തിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം നയിച്ചിരുന്നത് അധ്യാപകനായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ചൈൽഡ് ഈസ് ദി സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ. കുട്ടിയാണ്, അതായത് ശിശു കേന്ദ്രീകൃതം, ചൈൽഡ് സെന്റേർഡ്. അതായത് ഈ ടീച്ചർ സെന്റേർഡ്നെസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന്, അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ശിശു കേന്ദ്രീകൃതമായ സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കോഴ്സ് എന്താണ്? ശിശു കേന്ദ്രീകൃതം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരുപാട് റോളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആക്ടഡ് ആസ് എ ടീച്ചർ, ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ അവരെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പെരുമാറണം. ആൻഡ് ആൾസോ ആക്ടഡ് ആസ് എ മദർ, അതായത് ഒരു അമ്മയുടെ റോളാണ് നിങ്ങൾക്ക് അവരുടെ ഇടയിൽ ഉണ്ടാവേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നഴ്സറി ട്രെയിനിങ് കോഴ്സ് അതിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, പുരുഷന്മാർക്ക് ഈ ഒരു കോഴ്സ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് സ്ത്രീകൾക്ക് മാത്രം നീക്കി വെച്ചിട്ടുള്ള ഒരു കോഴ്സാണ്. കാരണം അമ്മയുടെ റോള് ചെയ്യാൻ അത് സ്ത്രീക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആക്ടഡ് ആസ് എ മദർ, നിങ്ങളൊരു അമ്മ കൂടി അല്ലെങ്കിൽ അമ്മയുടെ റോള് കൂടിയാണ് ഈ കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്യുവൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതായത് നിങ്ങൾ ആക്ടഡ് ആസ് എ ടീച്ചർ ആൻഡ് ആക്ടഡ് ആസ് എ മദർ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ കുട്ടികളോട് ഇടപഴകണമെങ്കിൽ ഒരു കുട്ടി എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒഴിഞ്ഞ പാത്രം അല്ല. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കുട്ടിയുടെ ഏജ് എത്രയാണ്? 3 to 6. അപ്പൊ ഒരു 3 വയസ്സായിട്ടുള്ള ഒരു കുട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ആ കുട്ടി ബ്ലാങ്ക് ആണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ആ കുട്ടിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. പക്ഷെ എന്തു വേണം? നിങ്ങൾ അവരുടെ ഇടയിൽ ഒരാളായിക്കൊണ്ട് ചോദിക്കുമ്പോൾ മാത്രമേ കുട്ടി പറയത്തുള്ളൂ. കുട്ടിക്ക് എന്തറിയാം എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങാൻ. ആ ഒരു ശിശുവായിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കറിയാം, കുട്ടികളുടെ മൈൻഡ് അത് വളർന്നു വരുന്നേ ഉള്ളൂ. അവർക്ക് ബോഡിലി മൂവ്മെന്റ് ആണ് കൂടുതൽ ഉണ്ടാവുക. അവരുടെ സൈക്കോമോട്ടോ ഡൊമൈൻ, അവരുടെ ചാലകശേഷി എന്ന് പറയാം, അതായത് കൈകാലുകൾ, അവരുടെ പേശികൾ, ഇതൊക്കെ വികസിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, ഓടുക, ചാടുക, മറിയുക, ഇതൊക്കെ. അപ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇത് ആ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. ആ പ്രായത്തിന്റെ പ്രത്യേകതയാണെന്ന് പരിഗണിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടിയിട്ട് എന്താണ്, അതിൽ നിങ്ങൾ പങ്കാളിയാവാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഒരു കുട്ടിയായി മാറുകയാണ്. നിങ്ങൾക്ക് എത്ര റോളായി ഇപ്പൊ കിട്ടിയിട്ടുള്ളത്? ആക്ടഡ് ആസ് എ ടീച്ചർ, ആക്ടഡ് ആസ് എ മദർ, ആക്ടഡ് ആസ് എ ചൈൽഡ്, അല്ലെ? ഇനി ഞാൻ പറയാണ്, നിങ്ങൾ ഒരു കൊച്ചുകുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് ഇരിക്കുമ്പോൾ ആ കുട്ടി വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ കുട്ടി നിങ്ങളോട് തുറന്നു പറയുന്നു. അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു, കുട്ടിയുടെ പാരന്റിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ നിങ്ങൾ എന്തായിട്ട് മാറി? ആക്ടഡ് ആസ് എ കൗൺസിലർ. അപ്പോ നിങ്ങൾക്കിപ്പോ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഒരു നഴ്സറി അധ്യാപിക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് റോൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? നിർവഹിക്കപ്പെടാനുണ്ട്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുട്ടികളുടെ മനഃശാസ്ത്രം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾ ജന്മസിദ്ധമായിട്ട് അവരിലുള്ള ഒരു പ്രവൃത്തിയാണ് കളിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കളിയിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് പ്ലേവേ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് തന്നെ നമ്മളെ മോണ്ടിസോറി, അതുപോലെ തന്നെ ഫ്രോബൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫിലോസഫേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറി സ്കൂളിലും കിൻഡർഗാർട്ടൻ സ്കൂളുകളിലൊക്കെ നമ്മൾ ഈ ഒരു കളി രീതിയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള വളർച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്.
കുറച്ച് വൊക്കാബുലറി ഒക്കെ കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, ഒരു സംശയമില്ല. പക്ഷേ ആ ഒരു വൊക്കാബുലറിയെ നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? വികസിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ സംസാരം വളരെ ശുദ്ധിയുള്ളതായിരിക്കണം. നിങ്ങൾക്ക് ഒരു തരത്തിലും ഭാഷ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷനിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവരുത്. ആ രീതിയിൽ ശുദ്ധമായ ഭാഷയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത്. കാരണം നിങ്ങളെയാണ് ഒരു കുട്ടി റോൾ മോഡലായിട്ട് കാണുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ശരി കുട്ടി ഉൾക്കൊള്ളുന്നതോ പോലെ തന്നെ നിങ്ങൾ പഠിപ്പിക്കുന്ന തെറ്റിനെയും കുട്ടി ഉൾക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ല ശുദ്ധിയായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്തും കൂടി ആയിട്ട് മാറണം, നിങ്ങൾ നല്ല ഒരു ഭാഷാ പണ്ഡിതൻ കൂടി ആവണം, അല്ലെങ്കിൽ ഒരു നല്ല ലിംഗ്വിസ്റ്റീഷ്യനും കൂടി ആവേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മനഃശാസ്ത്രാധിഷ്ഠിതമായിട്ടുള്ള പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച ഒരു അധ്യാപികയായിട്ടും അതുപോലെ തന്നെ ആ കുട്ടികളുടെ മനസ്സിൽ അധ്യാപിക എന്നുള്ളതിൻ്റെ ഉപരി ഒരു നല്ല അമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എവിടെ പോയി കഴിഞ്ഞാലും കുട്ടിയുടെ ആദ്യത്തെ അധ്യാപിക അവരാണ് ഏറ്റവും നമ്പർ 1 എന്നുള്ളത്. ആ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സിലൂടെ കിട്ടും. ഈ കാണുന്ന ഇനി വരുന്ന ക്ലാസ്സുകളിലൂടെയൊക്കെ തന്നെ നമ്മൾ സൈക്കോളജിയുടെ ബാലപാഠങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആ ഒരു ബാലപാഠങ്ങൾ നിങ്ങൾ കേവലം എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കുകയല്ല ചെയ്യേണ്ടത്. ലൈഫിൽ, നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒക്കെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പഠനമായിരിക്കും തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാവർക്കും ഈ ഒരു മനഃശാസ്ത്രാധിഷ്ഠിതമായിട്ടുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ദൈവം കൊടുക്കട്ടെ. മികച്ച അധ്യാപകരാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള പഠനത്തിലേക്ക് കടക്കും വരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.